തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് പൂരവിളംബരം ഇന്ന് നടക്കും. നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും 8 മണിയോടെയാണ് പൂരവിളംബരത്തിന് പുറപ്പെടുക. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് തിടമ്പേറ്റി വടക്കുംനാഥ ക്ഷേത്രത്തിൽ എത്തുക. നാടും നഗരവും പൂരലഹരിയുടെ ആവേശത്തിലാണ്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, വലിയ ആവേശത്തിലാണ് തൃശൂർ. ഇനി 2 ദിവസം മുഴുവൻ ഈ ഒരു പൂരക്കാഴ്ചകളുടെ ആ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് പൂരവിളംബരം നടക്കുകയാണ്. എത്രമാത്രം ആവേശത്തോടെയാണ് ഈ ഒരു കാത്തിരിപ്പ്? പൂരവിളംബരം എപ്പോഴാണ് നടക്കുക? സ്വാതി, കാത്തുകാത്തിരുന്ന പൂരം ഇങ്ങെത്തിയതിൻ്റെ ആവേശത്തിലാണ് തൃശ്ശൂർ എല്ലാവരും. അതേപോലെ തന്നെ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഒക്കെ ഒരു സംഗമ ഭൂമിയായി തൃശ്ശൂർ നഗരവും ഘടകക്ഷേത്രങ്ങളും പരിസരവുമൊക്കെ മാറുന്ന ആ ഒരു കാഴ്ചയിലേക്കും നിമിഷങ്ങളിലേക്കുമാണ് നമ്മൾ കടക്കുന്നത്. ഇപ്പോഴുള്ളത് നെയ്തലക്കാവിലാണ്. നെയ്തലക്കാവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പൂരത്തിൻ്റെ തുടക്കമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാവും. നെയ്തലക്കാവിലമ്മ തിടമ്പേറ്റിയെത്തി വടക്കുംനാഥനെ തൊഴുന്നതോടുകൂടി തൊഴുത് തെക്കേ നടയിലൂടെ പുറത്തേക്കിറങ്ങി ശ്രീമൂലസ്ഥാനത്തെത്തി ശംഖ് വിളിക്കുന്നതോടുകൂടിയാണ് പൂരവിളംബരം പൂർത്തിയാകുന്നത്. പൂരവിളംബരം ചെയ്തു കഴിഞ്ഞാൽ പൂരം ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ്. നെയ്തലക്കാവിലമ്മയുടെ നടയിൽ നിന്നുമാണ് പൂരവിളംബരത്തിനായി എഴുന്നള്ളത്ത് ആരംഭിക്കുക. രാവിലെ 8 മണിയോടുകൂടിയാണ് ആ പൂരവിളംബരത്തിനായുള്ള പുറപ്പാട് ഉണ്ടാവുക. അതിനു മുന്നോടിയായി നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. വിവിധ ദേവസ്വം ബോർഡ് പ്രതിനിധികളും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ 8 മണിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തും. പൂരവിളംബരം നടത്തുന്നതിനായി എല്ലാവിധ തയ്യാറെടുപ്പുകളും ക്ഷേത്രത്തിൽ പൂർത്തീകരിച്ചു. ഇപ്പോൾ നട തുറന്ന് ഇന്ന് ദർശനം നടത്താൻ എത്തുന്നവരുടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. 8 മണിയോടുകൂടിയാണ് ക്ഷേത്രത്തിലെ പതിവ് പൂജകളും മറ്റും പൂർത്തിയാക്കി നെയ്തലക്കാവിൽ നിന്നും പൂരം വിളംബരത്തിനായുള്ള പുറപ്പാട് ആരംഭിക്കുക. രാവിലെ 8 മണിക്ക് വാദിശ്രീ കക്കാട് രാജപ്പന്മാരാരുടെ നേതൃത്വത്തിലാണ് മേളം നടക്കുക. ആ മേളത്തോടുകൂടിയുള്ള പുറപ്പാടാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് ഉണ്ടാവുക. നെയ്തലക്കാവ് എന്ന് പറയുമ്പോൾ നെയ്തലക്കാവ് ഭഗവതിയാണെങ്കിലും നെയ്തലക്കാവ് ശിവക്ഷേത്രം കൂടിയാണ്. ശിവനും ഭഗവതിയും കാർത്യായനി ദേവിയും ഒന്നിച്ച് ഇരിക്കുന്ന ഒരു ആരാധനാലയം. നിരവധിയായ ഭക്തർ പൂരത്തിൻ്റെ ആരംഭകാലം മുതൽ നെയ്തലക്കാവിന് പ്രധാന ചടങ്ങുകൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. നെയ്തലക്കാവിലമ്മ എത്തി നട തുറന്ന് ശ്രീമൂലസ്ഥാനത്തെത്തി ശംഖു വിളിച്ചാലാണ് പൂരം ആരംഭിക്കുക. 229ാമത്തെ പൂരമാണിത്. 2 നൂറ്റാണ്ടിലേറെക്കാലമായി തൃശ്ശൂരിൽ പൂരവിളംബരം നടത്തുന്നത്. തൃശ്ശൂർ പൂരം എന്നുള്ള മഹത്തായ മനുഷ്യ സംഗമത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ആചാരത്തിന് അല്ലെങ്കിൽ ഒരു ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്നതിനുള്ള നിയോഗം എപ്പോഴും നെയ്തലക്കാവിലമ്മയ്ക്കാണ്. നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് 8 മണിയോടുകൂടി നെയ്തലക്കാവിൽ നിന്നും പൂരവിളംബരം ചെയ്യാനുള്ള പുറപ്പാട് ഉണ്ടാകും. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക. ഏതായാലും കാത്തിരുന്നൊരു നിമിഷമാണ് ആരാധകരെ സംബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചുകൊണ്ട്. നെയ്തലക്കാവിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ചടങ്ങുകൾക്കൊക്കെ തുടക്കമായിരിക്കുന്നു. ദേവസ്വം ഭാരവാഹികളും ജനപ്രതിനിധികളും മറ്റും അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും പൂരവിളംബരത്തിന് വേണ്ടിയുള്ള പുറപ്പാടും സജ്ജീകരണങ്ങളുമൊക്കെ ആരംഭിക്കുക. ഏതായാലും തൃശ്ശൂരുകാരെ സംബന്ധിച്ചുകൊണ്ട് പൂരപ്രേമികളെ സംബന്ധിച്ചുകൊണ്ട് കാത്തിരുന്ന ഒരു നിമിഷം, കാത്തിരുന്നൊരു സമയം. പൂരം 2025 പൂരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏപ്രിൽ 30-നാണ് കൊടിയേറ്റം നടന്നത്. വിവിധ ഘടകക്ഷേത്രങ്ങളിൽ 8 ഘടകക്ഷേത്രങ്ങളിലും തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും അടക്കം കൊടിയേറ്റം ഒരേ ദിവസം നടക്കുന്നു. ഇതേ ദിവസങ്ങളിൽ 7 ദിവസവും പൂരം നടക്കുന്നു. ഈ പൂരത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നാളെ പൂരം നടക്കുക. മേടമാസത്തിലെ പൂര ദിവസമാണ് 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രസന്നിധിയിലേക്ക് എത്തും. വടക്കുംനാഥനെ തൊഴുത് വലം വെച്ചുകൊണ്ട് ദേവീദേവന്മാർ പുറത്തേക്കിറങ്ങും. 8 ക്ഷേത്രങ്ങളിൽ 2 ശാസ്താക്ഷേത്രങ്ങളും 6 ഭഗവതി ക്ഷേത്രങ്ങളുമാണ് ഉൾപ്പെടുന്നത്. ചരിത്രപ്രധാനമായ പ്രാധാന്യമുള്ള
ഒട്ടേറെ ക്ഷേത്രങ്ങളാണ്. എല്ലാം തന്നെ 6 ഭഗവതി ക്ഷേത്രങ്ങളിൽ കാർത്യായനി ക്ഷേത്രങ്ങളുണ്ട്, ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ ദേവീ ക്ഷേത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു ചടങ്ങ് കൂടിയാണ് തൃശ്ശൂർ പൂരം. ദേവിമാരും ശാസ്താക്കന്മാരും വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി വടക്കുംനാഥനെ വലം വെച്ച് തൊഴുത് പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെതായിട്ടുള്ള സങ്കല്പം. ചെമ്പൂക്കാവ് ദേവിയും അതോടൊപ്പം തന്നെ നെയ്തലക്കാവ് ദേവിയുമൊക്കെ സഹോദരിമാരാണ് എന്നുള്ള സങ്കല്പമുണ്ട്. അതോടൊപ്പം തന്നെ കണിമംഗലം ശാസ്താവാണ്. ഇന്ന് നെയ്തലക്കാവിൽ അമ്മ വടക്കുംനാഥനിലെത്തി നട തുറന്ന് പൂര വിളംബരം നടത്തിയാൽ നാളെ ആദ്യത്തെ എഴുന്നള്ളിപ്പ് നടക്കുന്നത് കണിമംഗലം ശാസ്താവാണ്. ബ്രഹ്മസ്ഥാനത്താണ്, അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠയായിട്ടാണ് ശാസ്താവ് രൂപം കണിമംഗലത്തുള്ളത്. മഞ്ഞും വെയിലും ഏൽക്കാതെയാണ് കണിമംഗലം ശാസ്താവ് അതിരാവിലെ പുറപ്പെട്ട് വടക്കുംനാഥനിലേക്ക് എത്തുക. ഈ പൂരങ്ങളുടെ എല്ലാം പകൽപൂരത്തിനൊപ്പം തന്നെ രാത്രി എഴുന്നള്ളിപ്പുകളുമുണ്ട്. അങ്ങനെ ആചാരപരമായും ഐതിഹ്യപരമായും ഒക്കെ ഒട്ടേറെ പ്രാധാന്യത്തോടു കൂടിയുള്ള ചടങ്ങുകൾ നിരവധി നടക്കുന്ന ഒരു ദേവസംഗമ ഭൂമി കൂടിയാണ് വടക്കുംനാഥ ക്ഷേത്രം. അങ്ങനെ തൃശ്ശൂർ പൂരത്തിൽ മെയ് 6 എന്നുള്ള ദിവസം നാളെ ദേവസംഗമത്തിൻ്റെ ഭൂമിയായി കൂടി തൃശ്ശൂർ പൂരം മാറുമെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ആപാലവൃദ്ധം ജനങ്ങളും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും തൃശ്ശൂരിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകത. 18 ലക്ഷത്തോളം ആളുകൾ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതിനായി ഈ തൃശ്ശൂരിലേക്ക് സാംസ്കാരിക നഗരിയിലേക്ക് നാളെ എത്തുമെന്നും പറയപ്പെടുന്നു. അങ്ങനെ വിപുലമായ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ നടത്തി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കി തൃശ്ശൂർ നഗരം പൂരത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വിവിധ സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളുമൊക്കെ മാസങ്ങളായി നടത്തിയ പ്രവർത്തനങ്ങളുടെയും അവലോകനങ്ങളുടെയും ഒക്കെ തുടർച്ച കൂടിയാണ് നാളെ നടക്കുന്ന മഹാമനുഷ്യ സംഗമം, മഹാദേവസംഗമം. അതെല്ലാം ആവേശത്തോടെ കണ്ടിരിക്കാനും ആ ചടങ്ങുകളിലൊക്കെ പങ്കാളികളാകാനും തൃശ്ശൂരുകാർ ഏതായാലും തയ്യാറെടുത്തു കഴിഞ്ഞു. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. മന്ത്രിമാർ 3 പേരാണ് തൃശ്ശൂർ പൂരം നടത്തിപ്പിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവലോകനങ്ങളും മറ്റും നടത്തുന്നതിനായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ തങ്ങുന്നു. ദേവസ്വം മന്ത്രി VN വാസവൻ, റവന്യൂ മന്ത്രി K രാജൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു തുടങ്ങിയവർ മുഴുവൻ സമയവും പൂരത്തിൻ്റെ പ്രവർത്തനങ്ങളും മറ്റും ഏകോപിപ്പിക്കുന്നതിനായി ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം, തൃശ്ശൂർ കോർപ്പറേഷൻ, വിവിധ വകുപ്പുകൾ, സംസ്ഥാന പോലീസ്, അങ്ങനെ വിവിധ സംവിധാനങ്ങൾ, വിപുലമായ ക്രമീകരണങ്ങളെല്ലാം പൂരത്തോട് അനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്നലെ സാമ്പിൾ വെടിക്കെട്ട് നടന്നു. സമയപ്രദർശനങ്ങൾ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. അങ്ങനെ ഒട്ടേറെ വിപുലമായ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും എല്ലാം നടത്തിക്കൊണ്ട് പൂരവിളംബരത്തിനായി തയ്യാറെടുത്ത് കഴിഞ്ഞു. പൂരവിളംബരം രാവിലെ 8 മണിയോടുകൂടി ആരംഭിക്കും. ഏതായാലും നെയ്തലക്കാവിൽ വലിയ തിരക്ക് തന്നെയാണ് ആദ്യ സമയങ്ങളിൽ പോലും അനുഭവപ്പെടുന്നത്. ഏതായാലും 8 മണിയോടുകൂടി കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും. കൂടുതൽ സംവിധാനങ്ങളെത്തി നെയ്തലക്കാവിലമ്മയുടെ തിടമ്പ് എഴുന്നള്ളിച്ച് വടക്കുംനാഥനിലെത്തി തെക്കേ നട തുറന്ന് ശ്രീമൂലസ്ഥാനത്തെത്തി ശംഖ് വിളിക്കുന്നതോടുകൂടി പൂരത്തിന് തുടക്കമാകും. നാളെ ഔദ്യോഗികമായി ഇന്ന് പൂരത്തിന് തുടക്കം കുറിക്കുന്നതോടുകൂടി നാളെ രാവിലെ മുതൽ ചെറുപൂരങ്ങൾ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തും. അങ്ങനെ വൈകുന്നേരം കുടമാറ്റം നടക്കും. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ വലിയ വെടിക്കെട്ട് നടക്കും. അങ്ങനെ ആഘോഷ തിമിർപ്പിലാണ് കേരളം, ആഘോഷ തിമിർപ്പിലാണ് തൃശ്ശൂർ. അങ്ങനെ പൂരത്തെ വരവേൽക്കാനും പൂരത്തിൽ അലയിക്കാനും തൃശ്ശൂർ നഗരമെമ്പാടും ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാതി. അതെ, അതുതന്നെയാണ് ലെവിൻ. പൂരാവേശത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് തൃശ്ശൂർ പൂര വിളംബരം നടക്കും എന്നുള്ളതാണ്. ആഘോഷവും ആചാരവും വിശ്വാസവും എല്ലാം കോർത്തിണങ്ങിക്കൊണ്ടുള്ള പൂര വിളംബരം കാണാൻ നിരവധി ആളുകളാണ് അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും 8 മണിയോടെയാണ് പൂര വിളംബരത്തിന് പുറപ്പെടുക. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് തിടമ്പേറ്റി വടക്കുംനാഥ ക്ഷേത്രത്തിൽ എത്തുക. എന്തായാലും നാടും നഗരവും പൂരലഹരിയുടെ ആവേശത്തിലാണ്. ആ വിവരങ്ങളാണ് ലെവിൻ നൽകിയത്.